Hello friends, welcome back to my channel. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ട്യൂൺമി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. ആൻഡ്രോയിഡിൽ ട്യൂൺമി എന്നുള്ള ആപ്പ് തന്നെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പിക്ചർ ഡിഫറെൻ്റ് എന്നേ ഉള്ളൂ. സെയിം നെയിം തന്നെ വരുന്നതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്പാണ് വേണ്ടത്, ട്യൂൺമി എന്നുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട പിക്ചർ എടുക്കാം. അപ്പോൾ ഇതിൽ കാർട്ടൂൺ രീതിക്ക് രണ്ടാമത്തെ പിക്ചർ കണ്ടോ, ഒരു കാർട്ടൂൺ രീതിക്ക് തോന്നിക്കുന്ന ഈ ടൈപ്പാണ് എടുക്കേണ്ടത്. ഈ ടൈപ്പിൽ ഏത് നോക്കിയിട്ടും എടുക്കാം. അപ്പോൾ ഇതിൽ ഗ്രീൻ ബട്ടൺ കണ്ടോ, അവിടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് താൻ അപ്ലോഡ് ചെയ്ത് നമുക്ക് പ്രോസസ്സ് ചെയ്ത് തരുന്നത്. എന്നിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും, എന്നിട്ട് ഇത് കിട്ടും. ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. രണ്ടാമത്തെ ബ്ലൂ ഇത് പ്രസ് ചെയ്യുക. ഇതേപോലെ രണ്ടാമത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഗ്രീൻ ബട്ടൺ നോക്കിയിട്ട് താൻ ഓട്ടോമാറ്റിക്കലി പ്രോസസ്സായിട്ട് ഇതാവും. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ നമുക്ക് കാർട്ടൂൺ രീതിക്ക് ആക്കിയിട്ടെടുക്കാം. ഈ സെക്കൻഡ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ റൂം എന്നിട്ടുള്ളൊരു ആപ്പാണ്. ഓക്കെ, ഫോട്ടോ റൂം എന്നിട്ടുള്ളൊരു ആപ്പാണ് വേണ്ടത്. ഈ ഒരു ആപ്പിലും അല്ലാതെ വേറെ രീതിക്ക് ചെയ്യുന്നു ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അത് ഏത് വേണ്ടതില്ല ഇമേജ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പെറൻ്റ് ആവും. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനിൽ ട്രാൻസ്പെറൻറ്റ് നോക്കിയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് സേവ് ഇമേജ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയാണ് ഇൻഷോട്ട് വഴി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻഷോട്ടിൽ പറഞ്ഞാൽ ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ കൊടുക്കുക, ന്യൂ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഇമേജ് ഏതാണോ വേണ്ടത് ആ ഇമേജ് കൊടുക്കുക. എന്നിട്ട് അതിലുണ്ടാവും ഔട്ട്ലൈൻ എന്നുള്ളൊരു ഓപ്ഷന്. ആ ഔട്ട്ലൈൻ ഓപ്ഷൻ കൊടുത്തിട്ട് ഇറേസ് എടുക്കുക. ഇറേസ് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് കാർട്ടൂൺ രീതിക്ക് ആക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇറേസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എത്ര തിക്നെസ്സിലാണ് ഔട്ട്ലൈൻ വേണ്ടതെന്ന രീതിക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് വേണ്ട ഇമേജസ് ഒക്കെ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. ഓക്കെ, ഞാൻ വേറെ ഒന്നും കൂടെ ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ സേവ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡായിട്ട് ഞാൻ ഒരു പിക്ചറും കൂടെ കാണിക്കാം. ഇങ്ങനെ എടുക്കുക, ഔട്ട്ലൈൻ ഓപ്ഷൻ കൊടുക്കുക, ഇറേസ് എടുക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ നെക്സ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് ഓപ്ഷനാണ് അത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ള ഔട്ട്ലൈൻ കൊടുത്തിട്ട് വൈറ്റിൽ തന്നെ കൊടുത്തിട്ട് നമുക്ക് തിക്നെസ്സിൽ വേണ്ട രീതിക്ക് കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് എങ്ങനെയൊരു ഫ്രെയിം രീതിക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബ്ലാങ്ക് എടുക്കുക. ക്യാൻവാസ് ഏത് രീതിക്കാണ് വേണ്ടത്, ഞാൻ ഏറ്റവും വലിയ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട പിക്ചേഴ്സ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്ത പിക്ചർ ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ക്രോപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനത് ക്രോപ്പ് ചെയ്യുന്നുണ്ട്. ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ അതിലുണ്ടാവും ഇൻഷോട്ടിൽ. എന്നിട്ട് നമുക്ക് വേണ്ട രീതിക്ക് നമുക്ക് എടുക്കാം. ഇനി അതുപോലെ തന്നെ ഇതിൽ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളും അതുപോലെ ഔട്ട്ലൈനും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മിസ്റ്റേക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതേപോലെ ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ ഫസ്റ്റ് വണ്ണിനെ ചൂസ് ചെയ്തിട്ട് ഏത് രീതിക്ക് തിക്നെസ് എടുത്തിട്ട് ഞാൻ ടിക്ക് ഓപ്ഷൻസ് കൊടുത്തു. എന്നിട്ട് എത്ര രീതിക്കാണ് വേണ്ട രീതിക്കാണ് കൊടുക്കുന്നത്. ഞാൻ മുകളിലത്തെ പോർഷൻ കുറച്ച് വിടുന്നുണ്ട്, കാരണം എനിക്ക് കുറച്ച് ക്യാപ്ഷൻ കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് മിഡിൽ രീതിക്കാണ് ഞാൻ വെക്കുന്നത്. ഇതേപോലെ നമുക്ക് വേണ്ട ഇമേജസൊക്കെ നമുക്ക് ഇങ്ങനെ അടുക്കി ഇതിൻ്റെ മുകളിലായിട്ടും ബാക്കിലായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ബാക്കിലുള്ളത് മുന്നിക്കാക്കണമെന്നുണ്ടെങ്കിൽ ആ ബാക്കിലുള്ള പിക്ചർ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട്, കാരണം ബ്ലാക്ക് ആകുമ്പോഴേ ഔട്ട്ലൈൻ ശരിക്കും കാണാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഇഷ്ടം, പക്ഷേ ആ ഔട്ട്ലൈൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത്. ഈ നമുക്ക് വേണ്ട ഇമേജസൊക്കെ നമ്മളിങ്ങനെ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമുക്കിങ്ങനെ അടുക്കി മുകളിലായിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നെക്സ്റ്റ് പിക്ചർ നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് എന്തെങ്കിലും ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിച്ചാൽ മതി, ഞാൻ അടിയിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഓരോന്നും കൊടുക്കുക, ഔട്ട്ലൈൻ കൊടുക്കുക. ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ കൊടുത്താൽ മതി, രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ ഒന്നും കൊടുക്കണ്ട. വൈറ്റ് ഔട്ട്ലൈൻ ഏത് കളർ ഔട്ട്ലൈനാണ് വേണ്ടതെന്നുള്ള രീതിക്ക് കൊടുക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആക്കട്ടോ, നിങ്ങളുടെ ചോയ്സാണ് ഇത് ആക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇറേസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഔട്ട്ലൈൻ ചെയ്യേണ്ട ഓപ്ഷൻസൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാണ് ഞാൻ പിന്നെയും ഇത് കാണിക്കുന്നത്. ഇറേസ് ചെയ്യാണ് വേണ്ടത്, എന്നിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമുക്കത് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ കൊടുത്തിട്ട് ഒന്ന് അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് അടുക്കി വെച്ചാൽ മതി.
ഓക്കെ, ഞാൻ വിചാരിച്ചു അത്രയും വലുതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ അടുക്കി വെക്കുമ്പോൾ നമുക്ക് വേണ്ട രീതിക്കും വേണ്ട പോർഷനിലെ രീതിക്ക് നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഒരു ഫാമിലി ഫോട്ടോയാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ഫാമിലി ഫോട്ടോ ആയിട്ടല്ലേ ചെയ്യുന്നത്, എല്ലാവർക്കും താല്പര്യം അങ്ങനെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ഓക്കെ, ഔട്ട്ലൈൻ ഇല്ലാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഔട്ട്ലൈൻ ഇല്ലാതെ ഞാൻ ചെയ്ത ഒരു പിക്ചർ ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളതാണ്, കുറേ പേര് ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻസ് കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ഓക്കെ, ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ കൊടുക്കാം. പല ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് കളേഴ്സിലെ രീതിക്കൊക്കെ നമുക്ക് വെച്ചിട്ട് ഒരു നല്ല അടിപൊളി ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഡെഫിനറ്റ്ലി ഐ വിൽ ക്ലിയർ ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ഓക്കെ, ബൈ.